Hello students, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്ക്വീസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ളിടത്തൊക്കെ ഇത്തരം ഒരു ഇനിക്വാളിറ്റി നമുക്ക് ആവശ്യമുണ്ട്. സൈൻ എക്സിന്റെ ലിമിറ്റ് 0 പ്രൂവ് ചെയ്യാൻ നേരം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പോസിറ്റീവ് ആംഗിൾ വരുമ്പോഴേ ഉള്ളേ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നൊരു ഇനിക്വാളിറ്റി ഞാൻ ഈ റെഡ് റെക്ടാംഗിളിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഓർത്ത് പഠിക്കുന്നതാണ്. ഇതിന് അത് ആവശ്യമുണ്ട്. എക്സ് റേസ് ടു 3/2 0 ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതൊന്ന് ഓർത്തിരിക്കേണ്ടി വരും. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ അവിടെയുള്ള ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണ് എന്ന് അല്ലാന്ന് നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ കോസ് എക്സിന്റെ ലിമിറ്റ് 0 1 ആണ് എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ഈക്വൽ ടു 1. അവിടെയും ഇതുപോലെ ഒരു ഇനിക്വാളിറ്റി നമുക്ക് ആവശ്യം വരും. ദാറ്റ് ഇനിക്വാളിറ്റി ഈസ് 1 മൈനസ് x square by 2 angle square cos x is the angle by 2 less than or equal to cos x less than or equal to 1. ഇത് റെസ്ട്രിക്ഷൻ ഇല്ല എല്ലാ എക്സിനും, ഫോർ ഓൾ എക്സ് എല്ലാ എക്സിനും ഇത് ശരിയാണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കോസ് എക്സിന്റെ ലിമിറ്റ് 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി രണ്ട് എക്സ്ട്രിമിറ്റീസിലുള്ള ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് 1 ആയാൽ വാല്യൂ 1 എന്നല്ല ഒരേ വാല്യൂ ആയാലും നടക്കത്തെ ഇവിടെ വാല്യൂ 1 ആകുമ്പോൾ നടക്കത്തെ ഫംഗ്ഷന്റെ വാല്യൂയും അത് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഹിയർ ലിമിറ്റ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ലെഫ്റ്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ടു 1 ആൻഡ് ലിമിറ്റ് ഓഫ് 1 എക്സ് ടെൻസ് ടു 0 റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ഫംഗ്ഷൻ LHS ഫംഗ്ഷൻ അതാണ്. ഇത് RHS ഫംഗ്ഷൻ ഈക്വൽ ടു 1. അതുകൊണ്ട് നടക്കത്തെ ബൈ സ്ക്വയർ തിയറം എന്ന് എഴുതണം. സ്ക്വയർ തിയറം സ്റ്റേറ്റ് ചെയ്യാമെങ്കിൽ നല്ലത്. ബൈ സ്ക്വയർ തിയറം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. മൂന്നാമത്തെ പ്രോബ്ലം ആയില്ലേ, ഞാൻ ഇനി ബൈ സ്ക്വയർ തിയറം എഴുതുന്നില്ല, നിങ്ങൾ എഴുതാൻ നോക്കും. ഓഫ് ദ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ഓൾസോ 1. ഇനി ഇതേ ഇനിക്വാളിറ്റി 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ എക്സ് എന്നുള്ള ഇതേ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്ത് നമുക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട്. അത് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേറൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എല്ലാം ഈ ഇനിക്വാളിറ്റീസ് ഓർത്തിരിക്കുക എന്നൊരു കാര്യമുണ്ട്. അത് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ സ്ക്വയർ തിയറം ആപ്ലിക്കേഷൻ എളുപ്പമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് ദ പ്രോബ്ലം ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് cos x minus 1 whole divided by x equal to 0. ഈ ലിമിറ്റ് 0 ആണ് എന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ cos x ന്റെ കാര്യം നിങ്ങൾക്കറിയാം. ഇനിക്വാളിറ്റി നമുക്ക് പഴയതുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. വി ഹാവ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ആൻസറിലേക്ക് പോവാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. cos x മൈനസ് 1 വേണം. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തുനിന്നും 1 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഈ 1 പോയി. മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x മൈനസ് cos എക്സിൽ നിന്ന് 1 കൊടുക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി എന്നാ വേണ്ട? ബൈ എക്സ് വേണം. അപ്പോൾ ഇവിടെ ബൈ എക്സ് കൊടുത്താൽ മൈനസ് എക്സ് ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. ലെസ് ദാൻ ഇനിക്വാളിറ്റി അതേപോലെ നിൽക്കണമെങ്കിൽ സൈൻ പോസിറ്റീവ് ആയിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ബൈ എക്സ് ആയതുകൊണ്ട് 0 ആണ്. അതെന്താ? ഫോർ ഓൾ എക്സ്. എക്സ് നെഗറ്റീവ് ആണ്, ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൈനസ് സൈൻ വരുന്നു. അപ്പൊ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്നു. അപ്പൊ തിരിച്ചു വരും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അടുക്കത്ത് അങ്ങനെ തന്നെ ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2. അവിടെ ഒന്നും മാറ്റണ്ട, ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്തു. ഫോർ ഓൾ എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതാണ്. അപ്പോൾ നമ്മുടെ കോസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് 0യിലെ ലിമിറ്റ് അവരുടെ 0യുടെ റൈറ്റും 0യുടെ ലെഫ്റ്റും കിട്ടണം നമുക്ക്. അപ്പോൾ അത് പറയാൻ ഇപ്പോൾ രണ്ട് ഇനിക്വാളിറ്റീസിൽ കിടക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്തൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. We define f of x equal to എങ്ങനെയാ? എല്ലായിടത്തും പറയണം x ഗ്രേറ്റർ ദാൻ 0യിൽ മൈനസ് എക്സ് ബൈ 2 അല്ലെങ്കിൽ 0. x ലെസ് ദാൻ 0യിൽ 0 ആൻഡ് g of x equal to g of x അല്ല റൈറ്റിലെ ഫംഗ്ഷനെ h of x നടക്കത്തല്ല g of x.
എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് ഡിഫൈൻ ചെയ്യാം, അത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ 0 ആണ്, മറ്റേത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ -x/2 ആണ്. ഇത് രണ്ടും അങ്ങനെ മാറി. ഇങ്ങനെയും ഫംഗ്ഷൻസ് വരാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ പോയിന്റ്സിനനുസരിച്ച് ഡിഫറൻസ് വരാം. പക്ഷേ ഇപ്പോൾ എഫ് എക്സിന്റെ ലിമിറ്റ് എന്നാ, ലിമിറ്റ് എഫ് എക്സ് എക്സ്റ്റെൻസ് ടു 0, ഒരു ഭാഗത്ത് 0 ആണ്, മറ്റേടത്ത് എക്സ്റ്റെൻസ് ടു 0 കൊടുക്കുമ്പോൾ 0/2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അത് തന്നെയല്ലേ എച്ച് എക്സിന്റെയും, ആദ്യ ഭാഗത്ത് 0 ആണ്, രണ്ടാമത്തെ ഭാഗത്ത് ലിമിറ്റ് കൊടുക്കുന്നു 0, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 hx. Therefore by squeeze theorem we have നടുക്ക് കിടക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. അല്ലെ നമുക്കൊന്നുകൂടെ എടുത്ത് എഴുതാം. ആൻഡ് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എപ്പോഴും എഫ് എക്സ് അത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ -x/2 ആണ്, എക്സ് ലെസ് ദാൻ 0യിൽ 0 ആണ്. അപ്പൊ എങ്ങനെയാണല്ലോ എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എക്സ് എന്ന് എഴുതാം. വേർ ജി എക്സ് ഈക്വൽ ടു നമ്മുടെ അടുത്ത് എഴുതിയത്, വേർ ജി എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ് ജി, എടുക്കത്തതിനെ അങ്ങനെ വിളിക്കാൻ വേണ്ടിയ കോസ് എക്സ് -1 ഡിവൈഡഡ് ബൈ എക്സിനെയാണ് ജി എക്സ് എന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബൈ സ്ക്വീസ് തിയറം. Therefore by squeeze theorem we have limit x tends to 0 of gx. Gx is cos x -1 divided by x equal to 0. ഇവിടെ ഇത്തിരി അങ്ങനെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു എന്നേ ഉള്ളൂ, നല്ല നമുക്ക് ലിമിറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു തിയറവും കൂടി ഈ സെക്ഷനിലുള്ളൂ, ഇൻഫിനിറ്റ് ലിമിറ്റ്സിലേക്ക് എക്സ്റ്റൻഷൻ ഓഫ് ലിമിറ്റ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു തിയറവും കൂടി ഉള്ളത് വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ട് അതും കൂടെ നമുക്ക് തീർത്തേക്കാം. This is the last theorem of this section. Let a subset of R f from a to R is a real valued function defined on the domain A. C element of R എന്നാന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം, be a cluster point of A. be a cluster point of A. എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ് C. എയിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് F. If limit x tends to C, f of x greater than 0. If limit x tends to C, f of x ന്റെ C യിലെ ലിമിറ്റ് നോൺ നെഗറ്റീവ് ആണ്, greater than 0. Then there x is a neighborhood. There x is a delta neighborhood V delta of C. There x is a neighborhood of C V delta of C such that ലിമിറ്റ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ എഫ് എക്സ് എല്ലായിടത്തൊന്നും ഇല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ വി ഡെൽറ്റ ഓഫ് സി ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് സി ഇന്റർസെക്ഷൻ എ. എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ് എയിലെ ഫംഗ്ഷൻ ഉള്ളൂ, അതുകൊണ്ട് ഫോർ ഓൾ എക്സ് നെയ്ബർഹുഡിലെ പോയിന്റ്സ് എല്ലാം എയിലെ പോയിന്റ്സ് ആണ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് സി ഇന്റർസെക്ഷനെ ഒരു കാര്യം കൂടെ ഉണ്ടാവും, എക്സ് നോട്ട് ഈക്വൽ ടു സി. ഇനി ഫംഗ്ഷൻ ലിമിറ്റ് ലെസ് ദാൻ 0 ആകാം, അപ്പൊ ഫംഗ്ഷൻ ഒരു സിയുടെ ഒരു നെയ്ബർഹുഡിൽ വി ഡെൽറ്റ ഓഫ് സി സച്ച് ദാറ്റ് എഫ് എക്സ് ലെസ് ദാൻ 0. ഈ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്ത് പറയാം. ഇപ്പൊ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്, അപ്പൊ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആവുന്നു. എല്ലായിടത്തും ഗ്രേറ്റർ ദാൻ 0 എന്നല്ല, ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ഡസ് നോട്ട് മീൻ ദ ഫംഗ്ഷൻ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയില്ല, ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൽ സിയിലെ വാല്യൂ പരിഗണിക്കാൻ പറ്റത്തില്ല, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ലിമിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ ഫംഗ്ഷന്റെ വാല്യൂ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൽ നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് തിയറം, വളരെ എളുപ്പമാണ്. നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്, ഫംഗ്ഷന്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു നൊട്ടേഷൻ കൊടുക്കാം, ലെറ്റ് എൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇത് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാം. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു L/2 given epsilon greater than 0 there exists delta greater than 0. ലിമിറ്റിന്റെ ഡെഫിനിഷൻ അതാണ്. എപ്സിലോൺ L/2 1/2 അല്ല, എപ്സിലോൺ L/2 എന്നെടുത്തിട്ടാണ് നമ്മളിപ്പോ ഡെഫിനിഷൻ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏത് എപ്സിലോൺ എടുത്താലും ഉണ്ട്. Then there exists delta greater than 0 such that modulus of x minus c less than delta in അന്നേരം എക്സ് അവിടുത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെടുത്ത് പറ്റുള്ളൂ. എക്സ് എലമെന്റ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി. ഫംഗ്ഷന്റെ കാര്യം പറയുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെടുത്ത് പറ്റുള്ളൂ. ഇംപ്ലൈസ്
modulus of f of x minus L, modulus of f of x minus L less than L/2 ന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഫംഗ്ഷന്റെ ലിമിറ്റ് ഉണ്ട്, എല്ലാ എപ്സിലോണും കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. നമ്മൾ ഇൻ പാർട്ടിക്കുലർ എപ്സിലോൺ ഈക്വൽ ടു L/2 there exists a ഡെൽറ്റ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതിനെ ലെസ് ദാൻ L/2 എന്നുള്ളതിനെ ഒരു ഫംഗ്ഷൻ ഒരു ക്വാണ്ടിറ്റിയുടെ മോഡുലസ് സ്മോൾ എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുമല്ലോ. മോഡുലസിന്റെ ഒരു പ്രോപ്പർട്ടി മൈനസ് സി ലെസ് ദാൻ എ ലെസ് ദാൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എഴുതുമായിരുന്നല്ലോ. അപ്പൊ അത് തന്നെ ഇവിടെ ചെയ്യുവാണ്. മൈനസ് L/2 അണ്ടർ ദീസ് കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് മൈനസ് L/2 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ L/2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എൽ എല്ലായിടത്തും ആഡ് ചെയ്യുകയാണെങ്കിൽ എൽ മൈനസ് L/2 ലെസ് ദാൻ എഫ് ഓഫ് എക്സ്. നമുക്കാണ് പറയാം എഫ് ഓഫ് എക്സിന്റെ കൂട്ടത്തിൽ നിന്ന് എൽ പോകുമ്പോൾ പ്രത്യേകമായിട്ട് അറിയാം. എൽ പ്ലസ് L/2 എന്ന് പറയുന്നത് 3/2 എൽ എന്നാവും. ഇതുണ്ട്. അതിൽ നമുക്ക് ഒരു കാര്യം മതി, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈ ഭാഗം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അടുത്ത ഭാഗം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ L/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എൽ ഗ്രേറ്റർ ദാൻ 0 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് കിട്ടി. ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് L/2 ആണ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എവിടെ? മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എക്സ് എലമെന്റ് ഓഫ് എ എക്സ് നോട്ട് ഈക്വൽ ടു സി സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലത്താണ് ഇത് ശരിയായി. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്നാ? ഇൻ എ ഡെൽറ്റ നെയ്ബർഹുഡ് ഏതാ? വി ഡെൽറ്റ ഓഫ് സി ഓർ വി ഡെൽറ്റ ഓഫ് സി എക്സ് നോട്ട് ഈക്വൽ ടു സി എക്സ് എലമെന്റ് ഓഫ് എ ഇതൊക്കെ ഉണ്ട്. ദാറ്റ് ഇസ് f of x greater than 0, f of x greater than 0 for all x element of v delta of c intersection a x not equal to c. There exists a delta neighborhood such that there exists a given epsilon equal to L/2. There exists a delta എന്ന് പറഞ്ഞു, ഒരു delta neighborhood. There exists a delta neighborhood of c such that or ഇത്രയും കൂടെ കൂട്ടിച്ചേർത്ത് such that f of x greater than 0 for all x element. ആ ഡെൽറ്റ നെയ്ബർഹുഡിൽ f x greater than 0 എല്ലായിടത്തും ഇല്ലേ. ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എല്ലായിടത്തും ഗ്രേറ്റർ ദാൻ 0 എന്നർത്ഥമില്ല. അതിന്റെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൽ ഗ്രേറ്റർ ദാൻ 0, ലിമിറ്റ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ അതിന്റെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൽ ലെസ് ദാൻ 0. വേറെ ചിലയിടത്തൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും. ഇതാണ് തിയറം. അതും കൂടി ഈ സെക്ഷനിൽ പഠിക്കാനുള്ളൂ. ഇനി ലിമിറ്റ് കൺസെപ്റ്റ്സിന്റെ എക്സ്റ്റൻഷൻ ആണ്. ആ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഉടൻ തന്നെ നമുക്ക് ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. 2-3 ക്ലാസ്സുകളും കൂടി മുഴുവൻ ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്, ഇൻഫിനിറ്റ് ലിമിറ്റ് എന്ന 3 കൺസെപ്റ്റുകൾ ഡിഫൈൻ ചെയ്യും. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ മതി മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.